ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുറച്ച് വഴികളും ആ കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ സ്കൂളിലോട്ട് പോകുന്നത്. സ്കൂളൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം കുറേ നടക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പകുതി, അതായത് ഞാൻ ജസ്റ്റ് കടയിൽ പോയപ്പോഴത്തേക്കും ഒന്ന് എടുത്ത വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ളൊരു വീട്ടിലൂടെ കയറിയിട്ടാണ് നമ്മൾ അന്നൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം അന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം റോഡൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിൽ കൂടി നേരെ പോയിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിൽ ചെല്ലാൻ പറ്റും, ബസ് റൂട്ടുള്ള സ്ഥലത്ത് ചെല്ലാൻ പറ്റും. പക്ഷെ അന്നൊന്നും അങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വീട്ടിലൂടെ കയറിയിട്ടായിരുന്നു നമ്മൾ പോയത്. ഇത് ഏറ്റവും കൂടുതൽ ആമയാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് വീടൊന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതെന്താണെന്നറിയോ? ഞങ്ങളിവിടെ ഇത് വള്ളമായിട്ടും അതുപോലെ തന്നെ കുഞ്ഞിലേ മറ്റേ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് സ്പൂണായിട്ടും ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഇവിടെ ഇഷ്ടമാതിരി കിടപ്പുണ്ട്. ഇന്നത്തെ പിള്ളേർക്ക് ഇതൊക്കെ എന്താണെന്നറിയുമെന്ന് പോലും അറിയത്തില്ല കേട്ടോ, കാരണം ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇഷ്ടമാതിരിയുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ഇലയുണ്ട്, അതിങ്ങനെ പറത്തി പമ്പരം പോലെ ഇങ്ങനെ കറങ്ങി കറങ്ങി താഴത്തോട്ട് വരുമായിരുന്നു. അതൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. നേരത്തെ ഇങ്ങനെ കൃഷിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ അമ്പലം ഇത്രയും ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അതൊക്കെ ഈ അടുത്ത കാലത്ത് തന്നെയാണ് കേട്ടോ ആയത്. പിന്നെ വീടുകളോ കാര്യങ്ങളോ ഒന്നും ഈ പറമ്പിലില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീടൊക്കെ ഈ അടുത്ത് തന്നെ ഇവർ വെച്ചതാണ്. ഇവിടെ ഈ വീടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു പാലം വഴിയാണ് പോകുന്നത്. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഴയായി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെ വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം ഇതിൻ്റെ ഒഴുക്ക് കുറവല്ലേ, ആ സമയത്ത് ഇതിന് അത്യാവശ്യം ഒഴുക്കുണ്ടാവും. അപ്പം നല്ല രസമായിരിക്കും ഇങ്ങനെ കാലിൽ വെള്ളം തട്ടി പോകുന്നത് കാണാൻ. എന്ന് വെച്ചാൽ മുങ്ങിത്താഴാവുന്നത്ര ഒഴുക്കോ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല, ഈ ഒരു വെള്ളം തന്നെ ഉണ്ടാവത്തുള്ളൂ, പക്ഷെ ഒഴുക്കുണ്ടാവും. പിന്നെ ഇവിടെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇപ്പോൾ തൊഴിലുറപ്പുകാർ പാവിരിച്ചതാണ്. നേരത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിറയെ ചേമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞവണിക്കയില്ലേ, ഞവണിക്ക, അത് ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങി ഒരു കവറ്, നേരത്തെ പ്ലാൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു കവറ് കയ്യിലുണ്ടാവും. എന്നിട്ട് ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഈ ഞവണിക്ക പെറുക്കും. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് അത്യാവശ്യം കൂടുതൽ സാധനം കിട്ടുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പെറുക്കുമല്ലോ. ഏകദേശം ഒരു 4-5 ക്ലാസ് വരെയുള്ള കാര്യമാണ് ഞാനീ പറയണേ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പഠിത്തം തിരക്കൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുവരെ ഞാനും ചേച്ചിയായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. നടന്നാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ ബസ്സോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 10th ഒക്കെ ആയപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം 1-2 തവണ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് പിള്ളേർ കയറുന്നതൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമുക്കും കുറേ അവഗണനയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കയറാനായിട്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ജസ്റ്റ് അടുത്തുള്ളൊരു കട വരെ കേട്ടോ, അതിനപ്പുറത്തോട്ട് നമ്മൾ പോകുന്നില്ല. ഇവിടെ കട വരെ പോകുന്നുള്ളൂ, കാരണം ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് സ്കൂളിലോട്ട് കേട്ടോ. ആ ഒരു സമയത്ത് കൂട്ടുകാരുമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ ആ ദൂരമൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. കണ്ട പഴങ്ങളും മറ്റേ മൂക്കട്ടപ്പഴം അതുപോലെ മുട്ടപ്പഴം ഇതൊക്കെ തിന്നും പറക്കിയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പണ്ട് ഓർത്തിരുന്നത് ഇതാണ് സൂര്യകാന്തി എന്നാട്ടോ. ഇതിൽ വലിയൊരു മഞ്ഞപ്പൂ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതാണ് സൂര്യകാന്തി എന്ന് പറഞ്ഞാണ് ഇരുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഇത് നമ്മുടെ മാത്രം സൂര്യകാന്തിയാണെന്ന് കേട്ടോ, ഒറിജിനൽ വേറെയാണെന്ന്. അപ്പോൾ ഞാൻ ഈ കടയിലോട്ടാണ് വന്നത്. അപ്പം ഈ കടയും ഇത്രയൊന്നും വലിയതല്ലായിരുന്നു കേട്ടോ. വലിയതെന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഇവിടുന്ന് 1 രൂപയുടെ അച്ചാറും വാങ്ങി തിന്നുകൊണ്ടാട്ടോ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കടയിലെ ചേട്ടൻ അമ്മയോട് കംപ്ലയിൻറ്റ് പറഞ്ഞ പിന്നെയാണ് ആ പരിപാടി നിർത്തിയത്.